എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് വാട്ടർമെലൺ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നമ്മുടെ തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരു ഗ്ലാസ് അകത്താക്കിയാൽ തന്നെ നമ്മുടെ വയറും മനസ്സും എല്ലാം നിറയും. അതുപോലെ നമുക്ക് നോയമ്പ് കാലത്തൊക്കെ വയറ് നിറയാനും ദാഹം മാറാനും പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായ തണ്ണിമത്തങ്ങ എടുക്കാം. തണ്ണിമത്തങ്ങ എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് കൊടുക്കണം. കൊത്തി അരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയാണ് നമുക്ക് ഇത് എടുക്കേണ്ടത്. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ കത്തി കൊണ്ട് നന്നായി തന്നെ വരഞ്ഞു കൊടുക്കുന്നത്. നമുക്കങ്ങനെ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. ഇങ്ങനെ തണ്ണിമത്തങ്ങ എല്ലാം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തണ്ണിമത്തങ്ങ എല്ലാം തന്നെ ചെറുതായി അരിഞ്ഞതിനെ ഈ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. തണ്ണിമത്തൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്ക് എന്തോരം ഉണ്ടാക്കണോ അതിനാവശ്യമായ തണ്ണിമത്തങ്ങ എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് മുന്തിരിങ്ങയാണ്. പച്ചമുന്തിരിങ്ങയോ കറുത്ത മുന്തിരിങ്ങയോ എന്തായാലും സീഡ്ലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്. അതിനെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. രണ്ടോ മൂന്നോ പീസായിട്ട് ഒരെണ്ണത്തിന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തണ്ണിമത്തങ്ങയൊക്കെ എല്ലാം ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു നാരങ്ങയാണ്. ഒരു നാരങ്ങ വേണ്ട, പകുതി നാരങ്ങ മതി. ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ്റെ അളവിനനുസരിച്ചും നമുക്ക് നാരങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ മിക്സിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പിന് ആവശ്യമായ ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ആണ്. കസ്കസ് ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടി നന്നായി എല്ലാം മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ലൊരു ടേസ്റ്റിയായ വയറ് നിറയുന്ന വിശപ്പും ദാഹവും എല്ലാം ഒറ്റയടിക്ക് പമ്പ കിടക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും